ഇതെന്തോ കഥ അറിയണമെന്നാണ് അല്ലാതെ ഇത് സംഭവം അതൊന്നും പറയണ്ട പോലെ ഇങ്ങനൊരു കഥ ഓരോ തള്ളു കേട്ടുന്നുണ്ട് കണ്ണെന്ന് വെള്ളം ഒരു വയനാട്ടിൽ സ്കൂളിൽ ട്രിപ്പ് പോയിരിക്കുകയാണ്. സ്കൂളിലെ ട്രിപ്പാണ്ട് എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഇവര് ഒരു കാട്ടിലെത്തി. കാടിന്റെ പേരൊന്നും പറയല. ഒരു കാട്ടിലെത്തി. കാട്ടിലിപ്പോ ഫ്രണ്ടിൽ വരാനെടുത്ത് അതിന്റെ ബാക്കിൽ ഒത്തിരി ബോയ്സ് ഉണ്ട്. അതിന്റെ ബാക്കിൽ അതിന്റെ ബാക്കിലാണ് മാറ്റി ടീച്ചറുള്ളത്. ഇവരുടെ കയ്യിലൊരു വടി കണ്ടു. വടി രണ്ട് കറക്റ്റ് കാടൊക്കെ തച്ച് വണ്ടേ ഇവിടെ ഉള്ള പരിപാടിയാണ്. അങ്ങനെ തച്ച് ഇവന് നടക്കുകയാണ്. കുറച്ച് കാടിന്റെ ഉള്ളിലെത്തിയപ്പോ ഒരു സൗണ്ട്, വലിയൊരു സൗണ്ട്. ചെക്കന്മാരും ഫോട്ടോയൊക്കെ പറഞ്ഞു അതൊരു സൗണ്ട് ആരിറങ്ങിയതാണോ? ആരിറങ്ങിയ വെള്ളക്കായില്ല, അതിന് എല്ലാരും കൊട്ടും. അങ്ങനെ ഒരു സംഭവം. അതിന് ഇവര് പേരില്ല. ഇവര് മുന്നോട്ടെല്ലാം വലിയ കറക്റ്റ് നടക്കില്ല. പെട്ടെന്ന് ആ കാട്ടിൽ ഒരു കണക്കൊരു സാധനം പുറത്താണ്. വലിയതാണ് ആന. ആന വന്നിട്ട് ഫ്രണ്ടിലെത്തി. ഇങ്ങനെ ഫ്രണ്ടല്ലേ ഒറ്റപ്പെട്ട ആന ഇങ്ങനെ മുന്നോട്ട് ഓടി വരിക. അപ്പൊ പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാരും ഉണ്ട്. എന്നിട്ട് പറയുന്ന ആന വരുന്നുണ്ട്, ആ മാറിക്കോ ഇവന് മാറില്ല. വാങ്ങിണ്ടാവും. ഇല്ലല്ല, ആന മാറ്റി ആന പാഞ്ഞു വരിക. അപ്പൊ പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാരും പോയി. അപ്പൊ ഇവര് പറയണ്ടേ ഇതിനെ മാറിക്കോന്ന്. അവൻ മാറില്ല. അവൻ ആ തന്നെ നിൽക്കുക. ആന അവന്റെ ഏകദേശം അടുത്തെത്താനായപ്പോ ഇവൻ രണ്ടടി ബാക്കോട്ടാണ് ഓടാനുണ്ട്. അവിടെ ടിസ്റ്റ് അവൻ ബാക്കോട്ടാണ്. കാലിന്റെ വടി അവനെ നല്ല കുമ്പിട്ട് വടി എടുക്കുന്നത്. എന്തടി ആ ഒരു നല്ലൊരു പൂളക്കുണ്ട്. വടി എടുക്കുന്നതിനകത്ത് അങ്ങനെ ഓടി വരിക. അങ്ങനെ ആന ഓടി വരുമ്പോ അവിടെ കാലിന്റെ ഇടയിലേക്ക് അച്ചു വരും. ആന ഓടി വരുമ്പോ കാലിന്റെ ഇടയിൽ കൂടി ആന 2-3 മറക്കുന്നു അച്ചു വരും. ആന വീണ് കണ്ടപ്പോ ആനന്റെ ബോധം തെറ്റി. ആ തലടിച്ച് കൊലല് ബോധം തെറ്റി. പന്നികളും പന്നികളുടെ ആന തന്നെ ഇല്ലാണെന്ന് പറഞ്ഞു. അപ്പൊ ബോധം പോയി. അപ്പൊ ബോധം പോയിട്ടുണ്ട്. ആ കുട്ടികളും ജില്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അന്ന് സ്കൂളിൽ സാറ് കൊണ്ടേ നല്ല ധീരതയ്ക്കുള്ളൊരു നല്ലൊരു അവാർഡ് കിട്ടി. നല്ല പ്രശസ്തി കിട്ടി. അവാർഡ് കൊടുത്തു. അവാർഡ് കിട്ടിയപ്പോ എന്റെ കണ്ണിന്നൊരു വെള്ളം വന്നു. വിശ്വസിക്കുകയും ചെയ്ത് ചെറുക്കന്റെ ഒപ്പരം നടക്കല്ലേ. കണ്ണിന്നട്ട് വെള്ളം വന്നു. ഒരവസ്ഥയ്ക്ക് ഇനി പോണ കാണുമ്പോൾ മാറി നോക്കാം. ഇനി വേണ്ട തള്ളി തെറ്റി എന്റെ ടൈമായിട്ട് ഇവിടെ എന്റെയാണ്. ഞാനിരുന്നില്ല. തോനെ കണ്ട ഞാൻ തള്ളല്ലേ വിശ്വസിക്കുകയും പോയിന്റായതുകൊണ്ട് അയ്യോ ഓന്റെ തള്ളൊക്കെ വിശ്വസിക്കുന്നത്. വിശ്വസിക്കണ്ടേ, കൂടെ നടക്കണ്ടേ. ഇങ്ങനെ തള്ളൊന്നും കേട്ടില്ല. ചർച്ച എന്നാ ഞാൻ പോട്ടെ. പോലെ മാറിക്കണം. കൊറേ വിളിച്ചിലേക്ക് ഞാൻ ചോറിന് ഞാൻ ചോർന്നില്ലല്ലോ. ഞാൻ വന്ന കളിച്ചിട്ട് പോക്കി ഞാൻ പോവില്ല. എന്തൊക്കെ ഈ കോളേജിലത്തെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളങ്ങനെ കേട്ട് ഞങ്ങൾക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയെന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങള് കൊണ്ട് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടി നിൽക്കി. ഞങ്ങൾ ഞാനേ ഇതിന്റെ അടുത്ത് പോയില്ലേ. അത് കഴിഞ്ഞാൽ ഞാൻ പോകും. എല്ലാ ദിവസത്തിലും മുമ്പിക്കാൻ പോകുന്നത്. അങ്ങനെ നേരെ അവിടെ വേറെ പുഴ പോയി ഞാൻ ഉടലും കട്ടിട്ടും ഞാനും ഉടനെ പുറത്താക്കിന്റെ പോലെ എന്നോട് പറയേണ്ട പോലെ ഇതിന്റെ വണ്ടിച്ച് കേറ്റിന്റെ പോലെ പല വീടിങ്ങനെ വളയ്യത് അതേപോലെ പൂരം മീനും കുറേ വളവുള്ള മീനൊക്കെ ഇങ്ങോട്ട് വളച്ചിട്ട് സാധനമില്ല. മീൻ ഞാൻ ഇങ്ങോട്ട് വെക്കും, മീൻ അങ്ങോട്ട് വെക്കാൻ അതിനപ്പുറത്ത് പോരാണ് മൊത്തനെ കഴിക്കുന്നത്. ഇപ്പൊ വേറെ എന്താ സാധനം മൊത്തനെന്താണെന്ന് കഴിച്ചിട്ട് അറ്റാക്ക് വരി ഇങ്ങനെ വെക്കാണ്. ഇതായിട്ട് വലിച്ചിട്ട് ഞാൻ ആ പുഴയിലേക്കാണ് പോകുന്നത്. എന്തോ ഒരു ഭാഗ്യം അത് കുട്ടീന്റെ പോലെ ഞാൻ കുത്തുന്നത് വലിയ വലിച്ചിട്ട് നമുക്ക് കിട്ടാൻ പാടില്ല. കണ്ടാൽ ആരോ നല്ല കനുള്ള തെറ്റി ഈ ഞാൻ പിന്നെ കൂടെ കൊണ്ടുവന്നേ കേട്ടില്ലേ. പിന്നെ അയാള് ഭക്ഷണം കഴിച്ചാൽ വന്നിട്ടില്ലേ. ഞാൻ പിന്നെ
ഫോട്ടോ എടുത്തില്ലേ കാണുന്നു. അല്ല അവന് കഴിവാക്കാൻ ഉണ്ട് കുളത്തിൽ ഫോട്ടോ കാണിച്ചത് ഇല്ലേ എനിക്കുണ്ട്. ഞാൻ കിച്ചണില്ലാതെ തിന്നല്ലോ. ഞാനായിക്കോട്ടെ കിച്ചണിൽ ആളിന്റെ മോട്ടോ ഇങ്ങനെ എനിക്ക് തരുമെന്ന് ചോദിക്കാതെ നിങ്ങൾക്കൊരു മനസ്സിലായി നിങ്ങളിപ്പോ ഒന്ന് പോകുന്നുണ്ടോ? നിങ്ങളിപ്പോ ഒന്ന് പോകുന്നുണ്ടോ? ഞങ്ങള് നോക്കട്ടെ പോകണം എന്നൊരു ആഗ്രഹമില്ല അല്ല എന്നാ ഈ പോയി എന്നാ ഞങ്ങളോട് ഇതൊന്ന് ഇന്ത്യയിൽ പോയിട്ട് വരാല് കണ്ണല്ല വേറെണ്ണത് വെള്ളം വരും ഹോട്ടലിൽ കത്തിരുന്നു നന്നായത് കത്തിക്കണ്ടേ ഓന്റെ തള്ളു കേട്ടോടുത്തിരിക്കുന്നല്ലേ ഇവിടെ പോയി ചോറുന്നു അങ്ങനെയൊക്കെ പോവല്ലേ? അപ്പൊ ഇമാരി തള്ളു വേറെ ആരും ഞാൻ കേട്ടില്ല വേറൊരു മനുഷ്യൻ ഇങ്ങനെ തള്ളാൻ വേണ്ടി ഓന്റെ തള്ളു കേട്ടതാ വേഗം വരെ തള്ളത് എനിക്ക് പോവാ എല്ലാത്തൊരു നാശം